പോലെ ഉണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഇപ്പോഴും. പക്ഷേ എനിക്ക് തോന്നുന്നു ആരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജിനെ പോലെ ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ആദ്യമായിട്ട് ഞാനത് കേൾക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എന്നെ കളിയാക്കാനോ അല്ലെങ്കിൽ വെറുതെ തമാശയ്ക്ക് വേണ്ടി ആരൊക്കെ പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം എനിക്കിപ്പോഴും എന്നെ കുറിച്ച് ഞാൻ പൃഥ്വിരാജിനെ പോലെ ആണെന്നൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. കാരണം പൃഥ്വിരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സുന്ദരനാണ്. അയാളുടെ അടുത്ത് പോലും എനിക്ക് എത്താൻ പറ്റില്ല. കാരണം രാജുവേട്ടൻ്റെ ലുക്കിൻ്റെ അടുത്തുനിന്ന് എനിക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. പിന്നെ എനിക്ക് എൻ്റെ ആദ്യ സമയങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ വളരെ കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഭയങ്കര വൾഗറായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് കാണാൻ തീരെ ഭംഗിയില്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് എന്നെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരാളെക്കുറിച്ച് ആരൊക്കെയോ പൃഥ്വിരാജിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതങ്ങ് സൂചിച്ചു. അപ്പോൾ ആ സമയത്തും പിറ്റേ ദിവസം ഞാൻ അത് തൊട്ട് ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ പോയി പൃഥ്വിരാജ് എങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കൃതാവ് എടുക്കുന്നതൊക്കെ നോട്ട് ചെയ്തു. അപ്പോൾ അതുപോലെ കൃതാവ് എടുത്തപ്പോൾ മറ്റുള്ളവർ പറയാൻ തുടങ്ങി, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കാണാൻ ശരിക്കും പൃഥ്വിരാജിനെ പോലെ ഉണ്ട് കേട്ടോ എന്നൊക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര വൾഗറായിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൃഥ്വിരാജിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി തുടങ്ങി. അങ്ങനെ ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജിന് എന്തൊക്കെയോ എവിടേക്കോ എന്നൊക്കെ ആൾക്കാർ പറയാൻ തുടങ്ങി.